ഞങ്ങൾക്കൊരു പൊതുയോഗത്തിന് 10 ആളെ കിട്ടണമെങ്കിൽ ഇവിടുത്തെ ഊച്ചാലികളെന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ചെറുമലിന്റെ മുകളിലും കട്ടിൽക്കുന്ന് മലിന്റെ മുകളിലും കണ്ടിൽ നീത്തൽ മലിന്റെ മുകളിലൊന്നും പുസ്തകമുണ്ട്, കൊടണ്ട്, തേങ്ങുണ്ട്, ആനുണ്ട്, മാങ്ങുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഞങ്ങളെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പൊതുയോഗം എന്ന് പറഞ്ഞാൽ അത് കേട്ട് ഇവിടെ എത്താനുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ എതിരാളികൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇവിടെ കുറെ ആളുകൾ കുറെ കാലം ഇത് തുടങ്ങി നമ്മൾ കുറെ പറയുന്നതാണ്. പക്ഷേ ചില മാന്യന്മാർ കർട്ടന്റെ പിന്നിൽ നിന്ന് മുന്നിലോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞേക്കാം, ഇവിടെ ആരുടെയും പണവും ഭക്ഷണവും കണ്ട് കാല് മുട്ട് വറക്കുന്നവരല്ല ഇവിടുത്തെ യൂത്ത് ലീഗുകാരൻ. ആണുങ്ങളെ പോലെ നിന്ന് ഏത് കൊല കമ്പനിയും ചെറുത്ത് തോൽപ്പിക്കാനുള്ള കരുത്ത് ഇവിടുത്തെ യുവജന സംഘടനക്കുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നതായിരിക്കും. ഭീഷണിയുടെ സ്വരത്തിലൊന്നും ഞങ്ങളെല്ലാവരും ഞങ്ങൾ പറഞ്ഞല്ലോ, അഷ്റഫ് പറഞ്ഞല്ലോ, ഞങ്ങൾ 5ാം വയസ്സിലും 6ാം വയസ്സിലുമൊക്കെ ഇവിടെ അർദ്ധചന്ദ്ര ഹരിത താരാങ്കിത പതാക പിടിച്ചിട്ട് കടന്നു വന്നവരാ. അല്ലാതെ 3-4 വർഷം അല്ലെങ്കിൽ 10 വർഷം 35 വയസ്സ് വരെ സകലമായ സ്ഥലങ്ങളിലും പോയി ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം സുരക്ഷിതമാക്കി അവസാനം ഇങ്ങോട്ട് വന്നിട്ട് ഈ പന്നൂരിന് കുത്തുകൊടുത്ത് നിർത്തുന്നവരെങ്കിൽ ആദ്യം ഒരൊറ്റ കാര്യം കൊണ്ട് പറയാം. ഇവിടെ 2 ആളുകൾക്ക് ഒരു ചെറിയ വിചാരമുണ്ട്. ഇവിടുത്തെ നാടിന്റെ പ്രശ്നം ആ വേദിയിലിരുന്ന ആളുകളെല്ലാവരും ഇവിടുത്തെ പ്രശ്നക്കാരാണ് എന്നുള്ള അഭിപ്രായം യൂത്തിലില്ല. ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഇവിടെ 2-3 ആളുകളുടെ വിചാരം ഞങ്ങൾ കുത്തുകൊടുത്തിട്ടാണ് പന്നൂര് നിൽക്കുന്നതെന്നാണ്. ഞങ്ങൾക്ക് ആദ്യം പറയാം, നിങ്ങൾ കുത്തം കൊയ്യാലി പന്നൂരുണ്ടാവും നമ്മൾ നോക്കുക, എന്നിട്ട് ബാക്കി നോക്കാം. പന്നൂര് കൊയ്യാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൊടുക്കാൻ കൊടുത്ത് അതിനപ്പുറം പല ഭീഷണിയുടെ സ്വരത്തിലൊന്നും ഇവിടെ വന്ന് ഞങ്ങൾ കോപ്പിറേറ്റ് കാണിക്കാമെന്ന് വിചാരിക്കണ്ട. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ചേക്കുകാലിന്റെ പീഡിയൻ സുഖലാലി, അഹമ്മദ് ദിവാസ പീഡിയന്റെ ബെഞ്ചുമലി, അസീസ് ഖാന്റെ ചായപ്പീഡിയലി ഒക്കെ ചർച്ച നടക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന പൊതുയോഗത്തിൽ പ്രസംഗിച്ച ആ തെറിയഭിഷേകത്തിന്റെ ഭാഷ മുസ്ലിം ലീഗുകാരന്റെ ഭാഷയായിരുന്നെങ്കിൽ, മുസ്ലിം ലീഗുകാരനാണ് അത്തരത്തിൽ തെറി പന്നൂരങ്ങാടിയിൽ പറഞ്ഞിരുന്നതെങ്കിൽ പ്രിയപ്പെട്ട ചേക്കുഹാജി നിങ്ങൾ കേൾക്കേണ്ടി വരുമായിരുന്നു നിങ്ങളുടെ 2 ബെഞ്ചുകളിൽ. എന്താ പറയാ, ഞങ്ങൾ ഇവിടെ ജീവിക്കാറുണ്ട് ആളുകളെ തമ്മിൽ എന്താ ഒരു ആവശ്യമില്ലാത്ത ആളുകളെ ഇവിടുത്തെ പള്ളിയുടെയും മറ്റേയും പ്രമുഖരായ ആളുകളെയൊക്കെ തെറി പറയാം. അവരിരുന്നിട്ട് ഇവിടുത്തെ പാട്ടത്തിൽ അബൂബക്കറാജിയെ പോലുള്ള വെള്ളം കുപ്പായിടുന്ന ആളുകൾ അവരുടെ പിന്നിൽ നിന്നിട്ട് എന്ത് ചെയ്യാം, ആളുകളെ തെറി പറയാ, തമ്മിൽ തെറ്റിക്കുക, നാട്ടിൽ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ആരാണ് ഇവിടെ ആവശ്യമില്ലാതെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? ആവശ്യമില്ലാതെ പ്രകോപനമില്ലാതെ എന്തിനാണ് ഇവിടെ ഇത്തരത്തിൽ വളരെ അസഭ്യമാകുന്ന രൂപത്തിൽ ഞങ്ങളെയൊക്കെ തെറി വിളിച്ചിട്ടുള്ളത്? ഞങ്ങൾ ആദ്യം എന്ന് പറഞ്ഞേക്കാം, നിങ്ങൾ 3-4 ആളുകളെ, ഞാനടക്കമുള്ള 4-5 ആളുകളെ ഇവിടെ നിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നു. മാങ്ങയുള്ള മാവ് കേൾക്കാണ് നിങ്ങൾ എറിഞ്ഞിട്ടുള്ളതെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ശക്തി ഇവിടുത്തെ യൂത്ത് ലീഗ് പ്രസ്ഥാനത്തിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾ സ്കൂളൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് വിവരം കുറച്ച് കുറയും. അതിനെക്കൊണ്ട് വിവരം കുറഞ്ഞ ചില വർത്തമാനങ്ങൾ എനിക്ക് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമാർക്കും വേണ്ടതാണ്. ഒന്ന് ഞങ്ങൾ ലൂസാദ് പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്തൊക്കെ പറഞ്ഞാലും ശരി ഞങ്ങളിത് മനഃപൂർവ്വം പറയുന്നതല്ല. മനഃപൂർവ്വം പറയുന്നതെന്ന് വെച്ചാൽ വർഷങ്ങളായി ഈ നാട്ടിലെ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിൽ കളിക്കുന്ന ചില ആളുകളെ കുറിച്ച് ചില കാര്യങ്ങൾ ഇനിയും പറയേണ്ടി വരും. തീർത്തൊന്നും പറയൂല, ഇനിയും പറയും. ഞങ്ങളാരും വീഡിയോ ക്ലിപ്പിംഗ് ഒലക്കാം വാങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് ഒലത്താമെന്നാരും വിചാരിക്കണ്ട. ഞങ്ങളിതൊക്കെ കണ്ടിട്ടല്ല വരുന്നത്. ഞങ്ങളിതൊക്കെ തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെക്കുറിച്ച് ഒന്ന് ഞങ്ങൾ മനസ്സിലായിക്കോ, ഞങ്ങൾ 25-22 വർഷത്തെ പാരമ്പര്യമാണ് ഇവിടെ വയസ്സുകൊണ്ട് ഞങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ 45-50 വയസ്സിന്റെ ചരിത്രം പന്നൂരങ്ങാടിയിൽ മാന്തി പുറത്തു കൊണ്ടുവരും ഞങ്ങൾ. അതിലൊന്നും തർക്കമാർക്കും വേണ്ട. അപ്പൊ അതുപോലൊന്നും വ്യക്തികളൊന്നും ആക്ഷേപിച്ച് രാഷ്ട്രീയമാണെങ്കിൽ CPM-ന്റെ വേദി കെട്ടിക്കോ. ഇവിടെ CPM-നെ നമ്മൾ ഒരിക്കലും വിമർശിക്കുന്നില്ല. അല്ലെങ്കിൽ NSCയുടെ വേദി കെട്ടിക്കോ. അങ്ങനെ പറയാൻ നിങ്ങൾ തയ്യാറാവണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലീഗായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു ഇവിടുത്തെ ചർച്ച. പള്ളി കമ്മിറ്റി മെമ്പർമാരടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് നാട്ടിൽ മറ്റു വ്യക്തികളെ തെറി പറയുമ്പോ ഇവരെയൊക്കെ ബഹുമാനിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് മനസ്സില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ സാംസ്കാരിക സംഘടന മുമ്പ് ഞങ്ങൾ പറഞ്ഞതാണ്. മുമ്പ് ഞാനിവിടെ ഒരുപാട് തവണ പറഞ്ഞതാണ്. സാംസ്കാരിക സംഘടനയുടെ മുഖം മാറി. ഒന്നെങ്കിൽ നിങ്ങൾ മതസംഘടന ചേരണോ. നിങ്ങൾ മതപരമായ കാര്യങ്ങളിൽ ഇസ്ലാമിക് സംഘടനകളെ വിമർശിക്കണമെങ്കിൽ നിങ്ങൾ അവർക്കെതിരെയുള്ള മതസംഘടനകളുണ്ടല്ലോ, അതിൽ ചേർന്നിട്ട് അതിന്റെ വേദിയിൽ പറഞ്ഞോ. എന്നിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് AP സുന്നിയോട് വിയോജിപ്പുള്ള ആളുകളുണ്ടെങ്കിൽ ഈ കസുന്നി ചേര് എന്നിട്ട് പറയും. അതല്ലെങ്കിൽ ഈ കസുന്നിയോട് വിയോജിപ്പുണ്ടെങ്കിൽ AP സുന്നി ചേര്, അല്ലെങ്കിൽ മുജാഹിദ് ചേര്, അല്ലെങ്കിൽ ജമാഅത്തിൽ ചേര്. അല്ലാതെ സ്റ്റേജ് കെട്ടിയിട്ട് നിങ്ങൾക്ക് ബാപ്പല്ലാത്ത ജാതി വർത്താനം പറഞ്ഞിട്ട് പോകാമെന്നാരും വിചാരിക്കേണ്ട. അതാണ് ഫാമിലി പന്നൂർ ഒലക്ക വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബാപ്പല്ലാത്ത ചില വർത്താനങ്ങൾ പറഞ്ഞ് നിങ്ങളോടാരും ചോദിക്കൂലല്ലോ. ലീഗ് ഇവിടെ പ്രസംഗിച്ചാൽ ലീഗിന് ഉത്തരവാദിത്തമുണ്ട്. യൂത്ത് ലീഗ് ഒരു കാര്യം പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. നിങ്ങൾക്ക് പരിപാടി കഴിഞ്ഞ് സൗന്ദര്യത്തിന് പൈസ കൊടുത്താൽ നിങ്ങൾക്ക് 4 പേരെ പോവാം. ഞങ്ങളതല്ല. ഞങ്ങൾ വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നുള്ള കൃത്യമായ ബോധം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്.
അപ്പോ ഞങ്ങൾ പറയാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ സർക്കാർ ജീവനക്കാർ കുറെ ആളുകളുണ്ട് കർട്ടന്റെ പിന്നിൽ ഇങ്ങനെ കളിക്കാണ്, അവരൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലായിക്കോ, നിങ്ങളെ എല്ലാം മാറ്റിയിട്ട് നിങ്ങൾ സർക്കാർ ജോലി രാജ്യത്ത് നമുക്കൊന്ന് നേരെ മുട്ടാം, ഞങ്ങൾ റെഡിയാണ് നേരത്തെ നേരം മുട്ടാം, അങ്ങനെ വരിക. അല്ലാണ്ട് എന്താ ചെന്നാന്റെ തോന്നിട്ട് എന്തോന്നും പറയില്ല, അങ്ങനെ ഇട്ട് വരില്ല. ആ ഒരു സ്റ്റൈലൊന്നും ഞങ്ങളോട് വേണ്ട. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ചില സ്വഭാവമുണ്ട്. പഞ്ചറായ കുറെ ടയറുകളുണ്ട് ഇവിടെ. നമ്മുടെ വണ്ടിക്കൊന്നും ഉപയോഗിക്കാൻ നമ്മൾ ടയർ കടയിലൊക്കെ കാണില്ല. പഞ്ചറായ ടയറൊക്കെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇനിയൊക്കെ റീസോൾ ചെയ്യാനോ പഞ്ചറടിക്കാനോ പറ്റാത്ത ചില ടയറുകൾ ഇങ്ങനെ മൂലയ്ക്ക് കാണില്ല. അതുപോലെ ചില ടയറുകൾ ചില ഒരു നിശ്ചിത ഇടവേളകളിൽ ചില സമയത്ത് ഇവിടെ കൂടി കൂടും, ഒരു ബൈക്ക് വെച്ചിട്ട് ചില ആളുകൾ അതിങ്ങനെ അതിൽ വർധനമുണ്ടാവാം കുറവുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ടയറുകൾ ഇങ്ങനെ പറഞ്ഞെടുക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത് എത്രത്തോളം പറയാൻ കഴിയും എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരുവിധം ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളൊക്കെ പറയും, ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ സമയപരിമിതിയും നമ്മൾ വലിയ വിചാരിച്ച് ഇവർക്ക് മാത്രമേ പറയാനുണ്ടോ, അങ്ങനെ മണിക്കൂറുകൾ പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ റെഡിയാണ്. ഞങ്ങൾ അതിനൊക്കെ തയ്യാറുണ്ട്. അപ്പൊ ഒരു മനുഷ്യന് ഇവിടെ ആദ്യം ഒരു റയാൻ ചാരിറ്റി സെന്റർ, ഞാൻ അതിന്റെ സെക്രട്ടറി, ആർക്കും സംശയം വേണ്ട, ഞാൻ തന്നെ അതിന്റെ സെക്രട്ടറി. അപ്പോ ഈ റയാൻ ചാരിറ്റി സെന്റർ എന്ന് പറഞ്ഞ സംഘടന ഒരു ഊച്ചാലി ഓൻ എങ്ങനെയുള്ള പറയാം, ഓൻ കുറെ കാലമായി തുടങ്ങിയിട്ട്. അപ്പൊ റയാൻ ചാരിറ്റി സെന്റർ എന്തോ പ്രവർത്തിച്ചോട്ടെ, ഇന്ത്യ രാജ്യത്ത് ഭരണഘടന പ്രകാരം എല്ലാവർക്കും സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് തന്നൊന്നല്ല, ഞങ്ങൾക്കുണ്ട്. ഞങ്ങളും ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്, ഇന്ത്യൻ പൗരന്മാരാണ്, ഞങ്ങൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. പിന്നെ ഞങ്ങൾ ഊച്ചാലാക്കുന്നത്, ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു. നിങ്ങൾ പ്രവർത്തിച്ചോ? ഞങ്ങൾ പ്രവർത്തിച്ചു. കഴിഞ്ഞ ഇവിടെ ബഹുമാനായ ചേക്കുവാജിനോട് ചോദിക്കി, ഞാൻ ഉഗാണ്ടയിലെ കഥല്ല പറയുന്നത്, ഏതെങ്കിലും അശ്രമം പറഞ്ഞ മാതിരി ഇന്ത്യാദി കരിമ്പോൾ പറയുന്ന ആളുകളുടെ കൂട്ടത്തില്ല. ചേക്കുവാജി 5-10 മീറ്റർ അകലിരിക്കുക. ചോദിക്കി, റയാൻ ചാരിറ്റി സെന്റർ കഴിഞ്ഞ ഇവിടെ ആട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വേദനയ്ക്ക് കാര്യമില്ല, ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങൾ തുള്ളുന്നത്. ഞങ്ങൾ ആട് കൊടുക്കും, അരി കൊടുക്കും, എന്ത് കൊടുക്കും. അത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും കൊടുക്കാതിരിക്കില്ല. ഇനി ഏത് കൊല കൊമ്പം പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും. അപ്പൊ അങ്ങനെ ആ സമയത്താണ് റമദാനും ഓണം ഒരുമിച്ച് വന്നപ്പോ ഓണക്കിറ്റ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നേരത്തെ അശ്ര പറഞ്ഞ പോലെ നിങ്ങൾ തൂറുന്ന വിചാരിച്ച് ഞങ്ങൾ തൂറണ്ടേ, ഇത് പിടിച്ചേക്കാൻ കഴിയില്ലാണ്. നേരത്തെ അതൊന്ന് പറഞ്ഞേ, ഇവിടെ ഏതോ 2 ആളുകൾ തൂറാൻ പോകുന്നത്, റയാന്റെ ആൾക്കാർ യുവാക്കൾ തൂറാൻ പോകാന്, അതൊന്നും പറഞ്ഞ സംഗതി എടുക്കില്ല, ഞങ്ങൾക്കും തൂറേണ്ടി വരും. ഇതൊരു സ്വാഭാവികമായ മാനസികമായ ഒരു പ്രക്രിയയാണ്. അപ്പൊ അതുപോലെ ഇവിടെ ഞാൻ ചേർക്കാനോട് 20 കിറ്റ് ഏൽപ്പിച്ചു. എന്നിട്ട് ഊഴപ്പില്ലാതെ പറഞ്ഞു വന്ന് 50 കിറ്റ് ഏൽപ്പിച്ചിട്ട് അവസാനം 9ാമത്തെ കിറ്റ് എത്തിയപ്പോ ചേർക്കാനോട് ചോദിച്ചു, ചേർക്കാനോട് എന്താ പറഞ്ഞു? ഞാൻ ചേർക്കാനോട് ചോദിച്ചു, ചേർക്കാൻ നിങ്ങൾക്ക് അറിയോ? അപ്പൊ ചേർക്കുവാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോ അത് ഓലി എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ 20 കിറ്റ് ഏൽപ്പിച്ചു. ഞങ്ങൾക്ക് റയാൻ ചാരിറ്റി സെന്ററിന് ഇത്രയധികം കൊടുത്തും കാട്ടി ഞങ്ങൾ ഇവിടെ ചില ആളുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്തതിന് മുസ്ലിം ലീഗിന്റെ ഒരു ഭരണസമിതിയാണ് ഇവിടെ നിലക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വാർഡ് വിഭജനം എങ്ങനെയാലും ഉണ്ടാവും. അതായത് അതിന് നിങ്ങൾ ബേജാറായിട്ടൊന്നും കാര്യമില്ല. കഴിഞ്ഞ നിങ്ങൾ വിഭജിക്കാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുള്ളത്, അതിന്റെ ഒരു എന്താ പറയാ, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ജയിക്കാൻ കഴിയാത്തതിനുള്ള ഒരു സങ്കടം ആ കെട്ടി നിങ്ങൾ അവസാനം കൊണ്ട് കൈകെട്ടാൻ കൊണ്ട് പുറത്തു വന്നതാണ് ഞങ്ങൾക്കറിയാം. അപ്പോ അത് അങ്ങനെ വാർഡ് വിഭജനം എങ്ങനെ വിഭജിച്ചാലും ഇത് വെച്ചാൽ പ്രത്യേക സ്കെച്ചൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ രഹസ്യമായിട്ട് പറയേണ്ടത്, പരസ്യമായി പറയേണ്ടത്. ആ സ്കെച്ച് വെച്ചിട്ട് മുസ്ലിം ലീഗ് കമ്മിറ്റി എങ്ങനെ വിഭജിച്ചാലും ഞങ്ങൾ ജയിച്ചു, അതിനുള്ള ഭാഗത്തിലാണ് പ്രവർത്തനം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ല. ഞങ്ങൾ വെച്ചാൽ കുറച്ച് ചെറുപ്പക്കാർ ഞങ്ങൾ പറഞ്ഞില്ലേ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ തുടങ്ങിയ പരിപാടി ഞങ്ങൾ ഇങ്ങനെ കൂട്ടത്തിൽ വരാം. ഞങ്ങൾ നിങ്ങളുമായി കുറെ കാലങ്ങളിൽ ഞങ്ങൾ കോടികൾ സമ്പാദിച്ച് ഞങ്ങളുടെ ലൈഫൊക്കെ സുരക്ഷിതാക്കിയിട്ട് വന്നതൊന്നുമല്ല. അപ്പൊ ഞങ്ങൾ 20 കിറ്റിന് ജോബേനോട് ചോദിച്ചു. അങ്ങനെ അവസാനം 2-3 ആൾ ആദ്യം വന്നപ്പോൾ അതും കൂടി കൊടുക്കി അതിന്റെ പൈസ കൊടുത്ത് ക്ലോസ് ചെയ്തതാണ്. അങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു മാന്യൻ എന്ന് പറയാവുന്ന ഒരു ഊച്ചാളി അദ്ദേഹം പറയാണ്, ഈ സ്ഥിരം പരിപാടിയാണ് ബെഞ്ചമിൻ ഇരുന്നിട്ട് എന്തും പറയാം. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം പറയും, ഈ കരിമ്പോൾ ചേർക്കാനോട് ചോദിച്ചു, ഞാൻ റെഡിയാ, ചേർക്കാനോട് ഇല്ലാന്ന് പറയാൻ ഞാൻ ഇപ്പൊ പരിപാടി വെച്ചു. 50 കിറ്റ് നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല, 9ാമത്തെ കിറ്റായപ്പോൾ നിർത്താനും പറഞ്ഞിട്ടില്ല. എനിക്ക് കൊടുത്തതാരാന്ന് ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ആളാകാനല്ല, പരസ്യമായിട്ട് പറയുന്ന കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് സ്വകാര്യമായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ 23 ആളെ ഇത് ഞങ്ങൾ പറഞ്ഞുതരാം. എന്താ പറയുക, നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അടുത്തേ കൊടുക്കാം. നിങ്ങൾ ഏതെങ്കിലും കൊടുക്കാൻ മറന്നുപോയാൽ അങ്ങനെ 23 ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ 5-6 വോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ 6 വോട്ടിന്റെ കണക്ക് പറഞ്ഞ് നിൽക്കുകയാണല്ലോ. അപ്പൊ എന്താക്കാം, സർക്കാർ കൊണ്ട് കൊടുക്കാൻ ഇങ്ങനെ വരിട്ടോ നമ്മൾ പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണ് ഇത് കഥ. പിന്നെ ഭയങ്കര ഒരു ദേശീയ റഹ്മാനുലാലിന്റെ തമ്പുരാണ് കുട്ടിച്ചെലകത്ത് മാതിരി ഇങ്ങനെ പറയുന്ന മാസ്റ്റർ ഇതാരോ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ആധാർ കാർഡ് നിങ്ങൾ അമ്മയപ്പന്റെ വക എന്തൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ പറയും. ഒറ്റം ചോദിച്ചു,
ഇത് തടയാൻ വേണ്ടി ഞാൻ കൊടുവള്ളി എസ്ഐനെ വിളിച്ചത്. കൊടുവള്ളി എസ്ഐനല്ല, DGP വരെ വിളിക്കും. കൊല്ലക്കൊമ്പന് ഒരു ചൊപ്പം ചെയ്യാൻ കഴിയില്ല, മനസ്സിലാക്കാൻ വേണ്ടി DGP വരെ വിളിച്ചു. എന്താ മനസ്സിലാക്കി? ആരെയും വിളിച്ചു ആവശ്യം വന്നാൽ. ഇങ്ങോട്ട് മാത്രമല്ല, കൊടുവള്ളി ഏതോ സ്റ്റേഷനിൽ വേണമല്ലേ ഒന്നോ രണ്ടോ നക്കിനി കള്ളും പെണ്ണും കഞ്ചാവും കൊടുക്കുന്ന പോലീസുകാരെ കണ്ടിട്ടല്ലേ ഞങ്ങൾ യൂത്തിരിക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ആധാർ കാർഡ് കൊടുക്കേണ്ടതാരാ? ജനങ്ങൾ പറയും, ജനങ്ങൾ ചിന്തിക്കട്ടെ. ആധാർ കാർഡ് പോസ്റ്റ്മാൻ കൊടുക്കേണ്ട. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ പരിപാടിയിൽ അന്ന് രാവിലെ പോസ്റ്റൽ അസിസ്റ്റന്റിനെ വിളിച്ചു. പോസ്റ്റൽ അസിസ്റ്റന്റ് ഒരു ജീവനക്കാരനാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഇന്ത്യ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാനേ പറയൂ. അത് നിങ്ങൾക്ക് ബേജാറാണോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, നിങ്ങൾക്ക് സമ്മാനമുണ്ടോ എന്ന് നോക്കിയിട്ട് പറയാനുണ്ടാവില്ല. ഇതിപ്പോ ഇസ്ലാമിക് സെന്ററിനെ കുറിച്ച് പറഞ്ഞു വെക്കാൻ വിചാരിച്ചു. ഈ വലിയ മഹാന്മാരായ ആളുകളെ പോയി കണ്ട് സമ്മതം വാങ്ങാത്തത് കൊണ്ടാണ് ഇങ്ങനെ എതിർക്കുന്നത്. നിങ്ങളെ കണ്ട് സമ്മതം വാങ്ങിയിട്ടൊന്ന് ജീവിക്കാൻ വിചാരിച്ചാൽ അത് നിങ്ങളാണ് വിചാരിച്ച് നിൽക്കാൻ വരാൻ നടക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആധാർ കാർഡ് നിയമപരമായി പോസ്റ്റ്മാൻ ഓരോരുത്തരും വീട്ടിൽ കൂട്ടി കൊടുക്കുന്ന സാധനമാണ്. അപ്പൊ ഞാൻ പോസ്റ്റ്മാനെ വിളിച്ചിട്ടുണ്ട്. ഭാസ്കരനോട് ചോദിച്ചു, ഇല്ലാന്നോ പറയട്ടെ. ഭാസ്കരനെ ഞാൻ നിരന്തരമായി വിളിച്ച് ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടാകും. അപ്പൊ ഒരു പൊതുസ്ഥാപനം നിങ്ങൾ പറയും, ഒരു ആധാർ കാർഡ് കൊടുക്കുന്ന ഒരു പൊതു സാധനം ഒന്നെങ്കിൽ ഒരു പഞ്ചായത്ത് ബോർഡിൽ ഒരു അറിയിപ്പ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇപ്പം നിർത്തുന്നു. പഞ്ചായത്തിന്റെ ഒരു ബോർഡിൽ, അല്ലെങ്കിൽ വായനശാലയുടെ ഒരു ചുമരിൽ, അല്ലെങ്കിൽ റേഷൻ ഷാപ്പിന്റെ ഒരു ചുമരിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ സ്കൂളിന്റെ ഒരു നോട്ടീസ് ബോർഡിൽ, ഏതെങ്കിലും ഒരു പൊതു സ്ഥാപനത്തിൽ ഒരു നോട്ടീസ് പതിച്ച് ഇന്ന ദിവസം കൊടുക്കുമെന്നൊരു അറിയിപ്പ് നിങ്ങൾ ആരെങ്കിലും കണ്ടു എന്ന് ഇപ്പൊ പറയാണ്. ഞാൻ ഇപ്പൊ നിർത്തു പരിപാടി. എവിടെ കണ്ട്? എവിടെ വീടിന്റെ മുന്നിൽ ചില ആളുകളുടെ ആഫീസിൽ വെച്ച് കൊടുക്കുന്ന പറഞ്ഞു. ഫാമിലി പന്നൂരിന്റെ ആഫീസിൽ വെച്ച് കൊടുക്കും. നിങ്ങൾ അമ്മായിന്റെ വകല്ലത് അങ്ങനെ കൊടുക്കാൻ സമ്മതിക്കൂല. അത് ഞാനൊരു സംശയമാണെങ്കിൽ കഴിയും, നിങ്ങളെ വേദനയ്ക്ക് വരില്ല. അപ്പൊ ഞാൻ വിലൊക്കെ വിളിച്ചു, എസ്എനെ വിളിച്ചില്ലെങ്കിൽ DGP വിളിച്ചു ആവശ്യം വന്നാൽ അത് പറഞ്ഞു നടക്കാം. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ പോസ്റ്റൽ അസിസ്റ്റന്റിന് രാവിലെ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാനിപ്പോ MLA ചെയ്യാൻ നിങ്ങൾ അങ്ങനെ വേദാറായിട്ടും കാര്യമില്ല. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കുട്ടികളാരെങ്കിലും ആവും. ഇത് ലീഗ് തന്നെ വലിയൊരു സംവിധാനമാണ്. ആ പാർട്ടിയിലുള്ള അധികാരങ്ങൾ വരുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും കിട്ടൂ. നിങ്ങളതിന് വേദാറായിട്ടും കാര്യമില്ല. എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അപ്പോ ഈ പോസ്റ്റൽ കുന്തമംഗലത്തെ ഓഫീസിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, പഞ്ചായത്ത് മെമ്പർ അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കാം? ഈ ആധാർ കാർഡ് പൊതു സമൂഹത്തിൽ വിതരണം ചെയ്യാൻ താല്പര്യമുള്ള, സഹകരിക്കാൻ താല്പര്യമുള്ള സന്നദ്ധ സംഘടനകൾ അപേക്ഷ ക്ഷണിക്കണം. അങ്ങനെയല്ലേ ചെയ്യാറ്. ഇപ്പം സന്നദ്ധ സംഘടനകളുടെ അപേക്ഷ ക്ഷണിച്ചിട്ട് ആ അപേക്ഷകൾ പരിഗണിച്ചിട്ട് ഒന്നിലധികം സംഘടനകൾ ഉണ്ടെങ്കിൽ ഓർക്ക് ഒരുമിച്ച് കൊടുക്കണം. അങ്ങനെ അല്ലാതെ ഇവിടെ ഏതോ എഞ്ചിനീയറോ ആരോ അമ്മായിയൊപ്പം പറയുമ്പോഴേക്ക് ഇത് സംഗതി പോലും പറയുന്നതിനനുസരിച്ച് കൊടുക്കാനാണെങ്കിൽ പിന്നെ സർക്കാർ സംവിധാനം എന്ന് പറയേണ്ടിയില്ലല്ലോ. ഞങ്ങൾ എന്നിട്ട് പറഞ്ഞോ, ഞങ്ങൾ പോയി, ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ ചില ആളുകൾ പോസ്റ്റ്മാൻ ഭാസ്കരനെ മറയാക്കി അദ്ദേഹത്തെ ഒരു മൂലക്കിരുത്തി. ഞങ്ങൾ ചില ആളുകൾ അന്ന് തുണിയും കുപ്പായവും വെള്ള തുണിയും കുപ്പായമായിട്ട് വന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളാണ് ഇത് വിതരണം ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്ന് യൂത്ത് ലീഗ് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമാണ്. ഞങ്ങൾ പറഞ്ഞു, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ 7 ഉദ്യോഗസ്ഥന്മാർ വന്നു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ 7 ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ആ ചേക്കുവാജിയുടെ പീഡിന്റെ അപ്പുറത്ത് ഇരുന്നിട്ട് കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു, സത്യം പറയാ, വല്ലാഹി നടന്ന സംഭവമാണ്. ഞങ്ങൾ പോയി പറഞ്ഞു, ഞാനും ഞങ്ങൾ MLA PAയും യൂത്ത് പ്രസിഡന്റും ഇസ്ലാമിക് സെന്റർ പ്രവർത്തകനും ഒക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ നട്ടല്ലേ, വേറെ ആരെയും കുറേ പണം വെച്ചല്ല, ഞങ്ങൾ നട്ടൽ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വേറെ ആരെയും കണ്ട് കൊടുത്തേക്കിട്ട് കാര്യമില്ല. ഞങ്ങളെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോകും. ഞങ്ങൾ പോയി പറഞ്ഞു, ഈ ആധാർ കാർഡ് വിതരണം ചെയ്യുന്നതിന് ഞങ്ങളെതിരല്ല. വിതരണം നിങ്ങൾക്ക് ചെയ്യാം. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ അതിന് അർഹതപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ആ പോസ്റ്റൽ UID ആധാർ കാർഡ് തൊടാൻ പാടുള്ളൂ ഞങ്ങൾ പറഞ്ഞപ്പോ ഇവിടുത്തെ പ്രമുഖനായ ഒരു മാഷ്, ഇവിടുത്തെ ഭയങ്കര ആളാണ് പോലും, അദ്ദേഹം പറയും എങ്ങനെ അവിടെ നാട്ട് മാറിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇത് വിതരണം ചെയ്യുന്നതിനെ ഞങ്ങൾ എതിർത്തിട്ടുള്ളൂ. അത് ഇനിയും തുടരും. അതാരെന്തൊക്കെ പറഞ്ഞാൽ ശരി, ആ രൂപത്തിൽ ഞങ്ങൾ ന്യായമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പറഞ്ഞു, ഇൻഷുറൻസ് കാർഡിന്റെ ഫോട്ടോ എടുക്കൽ ഞങ്ങൾ അലങ്കോലാക്കി. ഞങ്ങളല്ല നടത്തി. അതിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്നു. അറിയിപ്പ് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലോ, പത്രങ്ങളിൽ അറിയിപ്പ് വന്നിട്ടുണ്ട്, പിന്നെ പഞ്ചായത്തിന്റെ നോട്ടീസ് ബോർഡിൽ വന്നിട്ടുണ്ട്. റേഷൻ ഷാപ്പിലും കൊടുക്കാവുന്ന ആളുകളിലൊക്കെ കുടുംബശ്രീ മുഖേനയൊക്കെ പരസ്യം കൊടുത്ത് സ്കൂളിൽ ഒരു ദിവസം മുഴുവനായി ആ സംവിധാനം നടന്നു. അവിടെ ക്യാഷ് വാങ്ങിയതും രജിസ്ട്രേഷൻ നടത്തിയോ കുടുംബശ്രീയുടെ പ്രവർത്തകരാ. അതിന് ചിലപ്പോൾ ലീഗ് ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും. അത് നിങ്ങൾ നോക്കേണ്ടിയില്ല. കുടുംബശ്രീയിൽ ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ യൂത്ത് ലീഗുകാരായിട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോ ഇവിടെ ഒരു സംഭവം നടക്കുമ്പോൾ ഞങ്ങളിപ്പോ ഇവരിപ്പോ അങ്ങനെ പോയാൽ എന്തൊക്കെ പറഞ്ഞു, ആധാർ ഈ ഇൻഷുറൻസ് കാർഡിന്റെ ഈ സംഭവത്തിൽ പോകാൻ പാടില്ല പറഞ്ഞൊക്കെ നമ്മൾ പോകാനെന്നാല് അടുത്ത കൊല്ലം എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ ബെഞ്ചെന്നാലും പള്ളിയിൽ വരാത്തതാണ് എന്താ സ്ഥിതി. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോയി ഞങ്ങളതിന് സഹകരിച്ചു കൊടുത്തിട്ടുണ്ട്. വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് നൗഫറ മുഹമ്മദ് വന്നിട്ടുണ്ടല്ലോ വൈകുന്നേരം അവിടെ.
നൗഫർ മുഹമ്മദ് വന്നിട്ടുണ്ട്, കണ്ടീൽ ബലൈനൊക്കെ വന്ന് അവരെ നേതൃത്വം കൊടുത്തൊരു സംഭവത്തിന്റെ പേരിലൊന്നും ഞങ്ങളെങ്ങനെ ഊച്ചാളിയാക്കാമെന്ന് ആരും കരുതണ്ട. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ആധാർ കാർഡിൽ അദ്ദേഹം ചോദിക്കുന്നത് എന്താ വെച്ചാല്, പിന്നെ നിങ്ങൾ ആധാർ കാർഡ് എങ്ങനെ തടയാൻ നിയമം പറഞ്ഞു. അദ്ദേഹം തന്നെ ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് ചോദിക്കുന്നുണ്ട്, അതിപ്പോ പറഞ്ഞാലേ നിങ്ങൾ മനസ്സിലാവും. ഈ സിദ്ധ ആശുപത്രിയിൽ ജീവനക്കാർ കൃത്യസമയത്ത് വരുന്നുണ്ടോ, അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ടോ? ഈ ആധാർ കാർഡ് കൊടുക്കുന്ന ഡ്യൂട്ടി പോസ്റ്റ്മാൻ നിർവഹിക്കേണ്ട ഡ്യൂട്ടിയാണ്. അയാൾ നിർവഹിക്കേണ്ട ഡ്യൂട്ടി നിങ്ങൾ അങ്ങനെ നിർവഹിക്കണ്ട. അയാൾ നിർവഹിച്ചാൽ മതി. അതിന് കഴിയാത്തൊരു സമയത്ത് സർക്കാർ അതിന് പുതിയ സംവിധാനം ഉണ്ടായിക്കോളും. നിങ്ങൾ ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ എല്ലാം നിങ്ങളാവേണ്ടിയില്ല. അപ്പൊ അതാ പറഞ്ഞത്, നിങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ പറയാം. നിങ്ങൾ നിങ്ങളുടെ ഭാഗം നോക്കുമ്പോൾ ഒരു പേരിൽ ഞാൻ അടിക്കുമ്പോൾ 4 പേരിൽ എന്റെ മോശക്കാന്നുള്ള ബോധം എനിക്ക് ഉങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നത്. പിന്നെ ഒരു മഹാനായ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇസ്ലാമിക് സെന്ററിൽ ഞങ്ങൾ വിനീതമായി ചോദിക്കട്ടെ, ഇസ്ലാമിക് സെന്ററിന് ചിലപ്പോൾ വിയോജിപ്പുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഓൽക്കാരെ 10 or 15 സെന്റ് സ്ഥലമുണ്ട്, അവരവിടെ ബിൽഡിംഗ് പ്ലാൻ പാസ്സാക്കി ഒരു ബിൽഡിംഗ് ഉണ്ടായിക്കോട്ടെ. നിങ്ങൾക്കെന്താ? നിങ്ങൾ ഏത് സാംസ്കാരിക സംഘടന, നിങ്ങൾക്ക് എന്ത് വിരോധമായി? എന്തോ ആയിക്കോട്ടെ. കാലത്തിപ്പം മുജാഹിദ് പ്രസ്ഥാനം പള്ളി ഉണ്ടാക്കിയിട്ട് അതിനിപ്പോ നമ്മൾ നിൽക്കാൻ പോവോ? അതിന് കെ.ടി. മുഹമ്മദ് സ്ഥലം കൊടുത്ത് ഓല് അതുണ്ടാക്കി. താഴത്ത് ഷർഫിയുണ്ട്, സി മുഹമ്മദ് വൈസിന്റെ നേതൃത്വത്തിൽ ഷർഫിയുണ്ട്. ഇനിയിപ്പോ കുറച്ചാൾ ഒത്തിട്ട് കഴിഞ്ഞോ, അത് ഓലെ സ്ഥലത്ത് ഓല് ബിൽഡിംഗ് ഉണ്ടാക്കി ഓല് പ്രവർത്തിച്ചോട്ടെ. അതുപോലെ ഇവരും പ്രവർത്തിച്ചോട്ടെ. നിങ്ങൾക്ക് എന്താ കുഴപ്പമോ? പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു വിഷയം അത്. ഓൾക്ക് അനുകൂലമല്ലാതെ വിചാരിച്ച്, അല്ലെങ്കിൽ ഓൾക്ക് നുഴഞ്ഞു കയറാൻ പറ്റാത്ത ഒരു സ്ഥാപനമാണെന്ന് വിചാരിച്ച് അതിന് എന്തും പറയാമെന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പൊതുസമൂഹം സംരക്ഷണം കൊടുക്കും. അതിനൊന്നും ആർക്കും ഒരു സംശയം വേണ്ട. അപ്പൊ അതാണ് പറഞ്ഞത്, ഇസ്ലാമിക് സെന്ററിൽ വെച്ചിട്ട് പച്ചക്കറി വിത്ത് വിതരണം ചെയ്ത് ശരിയായില്ല. അതായത് ഇവിടുത്തെ മതേതരത്വം ഈ മാസ്റ്റർക്ക് കൊണ്ട് തുളുമ്പാണ്. മതേതരത്വം തുളുമ്പി അദ്ദേഹം ചോദിക്കുകയാണ്, ഇവിടെ മാപ്പിളാര് മാത്രമേ ഉള്ളൂ, ഇവിടെ ഹിന്ദുക്കളില്ലേ, ക്രിസ്ത്യാനികളില്ലേ, അവർക്കൊക്കെ വരാൻ പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള ആശങ്ക. ഇസ്ലാമിക് സെന്റർ എന്തോ ഒരു വർഗീയ സ്ഥാപനമായി ഇങ്ങനെ നാട്ടിൽ ഒരു വർഗീയ ചേരിതിരിവുള്ള രൂപത്തിലുള്ള പ്രശ്നമൊക്കെ നടത്തി. നിങ്ങൾ കേട്ടാ ഞാൻ പൊള്ളല്ല പറയുന്നത്, റെക്കോർഡിംഗ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ വേണം കേട്ടിട്ടില്ല. അപ്പോ അദ്ദേഹം പറഞ്ഞു വർഗീയമായിട്ട് പറഞ്ഞു. അതെന്താ പറഞ്ഞു, ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ മാന്യൻ കഴിഞ്ഞ ഗ്രാമസഭ പരിശീലനം ഡോക്ടർ എം കെ മുനീർ സാഹിബ് ഗ്രാമസഭ പരിശീലനത്തിന് വേണ്ടി സംസ്ഥാനത്തൊട്ടാകെ എല്ലാ സ്ഥലങ്ങളിലും വാർഡ് ഗ്രാമസഭകളിൽ ഒരു ദിവസം നീണ്ടുനിന്ന പരിശീലനം നടന്നു. ഈ വാർഡിന്റെ പരിശീലനവും പഞ്ചായത്ത് തലത്തിലുള്ള ഉദ്ഘാടനവും നമ്മുടെ അൻവാർ ഇസ്ലാം മദ്രസയിൽ നടന്നിരുന്നു. അന്ന് ഈ വാർഡിൽ നല്ലൊരു ശതമാനം ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. അവർ വന്നിട്ടുണ്ടല്ലോ. ആ മദ്രസയിൽ വെച്ച് സാമ്പാറും ചോറും കൊടുത്തിട്ട് തിന്നിട്ടുണ്ടല്ലോ, അവരൊക്കെ ഇരുന്നിട്ടുണ്ടല്ലോ. ആ സദസ്സിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടാണ്. ആ സദസ്സിൽ ഈ മാന്യനായ മാസ്റ്റർ പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ അത്യാവശ്യം അന്തം ഒന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരാവോ? നിങ്ങൾ പറയേണ്ടത് എന്താ അവിടെ വെച്ച്? അവിടെ ഈ സൗകര്യമുണ്ട്. കണ്ണൂർ എൻവയറൻമെന്റ് ഇവിടെ സാമുദായികമായ ചേരുവകൾ നടത്തിക്കുന്ന ആരും വിജയിക്കാതെ കരുതല്ല. മദ്രസ ഒരു പൊതു സ്ഥാപനം. അവര് ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ ഇസ്ലാമിക് സെന്ററിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നടത്താം. ഷെറഫിയ സുന്നി സെന്ററിന്റെ കമ്മിറ്റി അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് നടത്താം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ ഹാളിൽ പല സമയത്ത് പരിപാടികൾ നടക്കാറുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഇവിടെ മാത്രം ഇങ്ങനെ തുള്ളന്റെ യാതൊരു കാര്യമില്ല. അപ്പൊ ഇസ്ലാമിക് സെന്ററിൽ പച്ചക്കറി വിതരണം നടത്തിയിട്ടുള്ളത് നേരത്തെ അഷ്റഫ് സൂചിപ്പിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയാണ്. അത് നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ചോദിക്കാം. പഞ്ചായത്ത് ഭരണസമിതിയുടെ അധികാരം നിങ്ങൾക്ക് തരാനൊന്നും കഴിയില്ല. പഞ്ചായത്ത് ഭരണസമിതി തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുണ്ട്, അതുപോലെ തീരുമാനിക്കും. എല്ലാം ഇങ്ങനെ വന്നുകൊണ്ട് കാണുന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയാനുള്ളത്. പിന്നെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ പ്രിയപ്പെട്ട നൗഷാദിന്റെ ബിസിനസ് സംസ്കാരം, നൗഷാദിന്റെ സ്രോതസ്സുകളൊക്കെ ഇവിടെ ഞാൻ ചോദിക്കട്ടെ. സംശുദ്ധമായി എല്ലാവരും അവനവന്റെ മനസ്സിനോട് ചോദിക്കുന്നു. ഇസ്ലാമികമായിട്ടും രാജ്യത്തോട് കൂടുതൽ രൂപത്തിലാണ് എല്ലാവരും വെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ ഫാറൂഖെ, എനിക്കിപ്പോ എത്ര നമ്മൾ 600 പോകും. എനിക്കിപ്പോ രാവിലെ തൊപ്പിയിട്ട് മദ്രസ പോകും. 600 രൂപയാണ് എന്റെ ശമ്പളം. അപ്പോ ഫാറൂഖ് ഇപ്പൊ ഒരു 10 or 15 കൊല്ലം കഴിഞ്ഞു. ഫാറൂഖ് നല്ലൊരു വെള്ള കുപ്പായം, ഒളിപ്പെടുന്നേറ്റാൽ നല്ലൊരു വെളുത്ത തൊപ്പി, ഒരു വെള്ള തുണി ഒക്കെ കൊടുത്തിട്ട് ഒരു 10-50 ലക്ഷത്തിന്റെ ഒരു കാറ്, പിന്നെ ആടെ 4 ഫ്ലാറ്റ്, ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോ എന്നോട് ചോദിക്കാം, എനിക്ക് വരുന്നതിന്റെ വരുമാനം വെച്ച് എനിക്ക് ബുദ്ധിമുട്ടും. അതൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടാണ്. നമ്മള് ഒരു പേരിൽ മുന്നോട്ട് ചൂടുമ്പോ 3 പേരിൽ നമ്മൾ നെല്ലത്തെ കാണലെല്ലാം കരുതണം. അതുപോലെ തന്നെ ഞാനിപ്പോ പറയാം, ഉദാഹരണത്തിന് ആശിതലിപ്പോ 1200 റിയാലാണ് ശമ്പളം എന്ന് വെച്ചാൽ ഒരു 4 കൊല്ലം ഗൾഫിൽ നിന്ന് 1200 റിയാൽ ശമ്പളത്തിന് ഗൾഫിൽ പോയി നിന്നിട്ട് ഓന്റെ അവിടുത്തെ ചെലവും ഓന്റെ കെട്ടിയോടെ ചെലവും മക്കളുടെ ചെലവും ഒക്കെ കഴിച്ചിട്ട് എല്ലാവരും അറബി ഫ്രീ കൊടുത്താലും ഇപ്പോൾ 900 റിയാലോ 1000 റിയാലോ ആയിട്ടുണ്ടാവും. അങ്ങനെ 4-5 കൊല്ലം ഒരാൾ ഗൾഫിൽ പോയി നിന്നിട്ട് എത്ര ഏക്കർ സ്ഥലം എടുക്കാനുള്ള പൈസ ഉണ്ടായോ? ഒന്ന് പറയും. എല്ലാവരും ചിന്തിക്കുന്ന നല്ലതാണ്. എത്ര ഏക്കർ സ്ഥലം എടുക്കാനുള്ള സ്ഥലം ഉണ്ടാവും ആശുപത്രി, എന്റെ എത്ര പൈസ ഉണ്ടാവും? ഇതൊക്കെ എല്ലാവരും ചിന്തിക്കുന്നതല്ല. ചൂണ്ടും എല്ലാം ബുദ്ധിമുട്ടാണ്. അതൊന്നും പറഞ്ഞ ആരെയും പേടിപ്പിക്കേണ്ട. അപ്പൊ നൗഷാദിന്റെ കാര്യം നൗഷാദ് പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. നിങ്ങൾ ഈ
പിന്നെ ഈ ഇരുന്ന ആളുകളുടെ ഒക്കെ ഒന്ന് ബിസിനസ് പാരമ്പര്യവും ഈ റിയൽ എസ്റ്റേറ്റിൽ ഞാൻ പറയട്ടെ ഇസ്ലാമികമാണെന്ന് ചിന്തിക്കും. റിയൽ എസ്റ്റേറ്റിൽ ഇപ്പോ ആശുപത്രിയോട് ഞാൻ 10 സെന്റ് സ്ഥലമാണ്, 1 ലക്ഷം രൂപ സെന്റ് വർക്ക് ഞാൻ 10 സെന്റ് സ്ഥലമാണ്. ഞാൻ ഇങ്ങനെ ആശുപത്രി ഞാൻ പറയുന്ന സമയത്ത് മറ്റവന് മറച്ചു വിട്ടാൽ മതി. ആർക്ക് മറ്റവൻ മറച്ചു വിട്ടാൽ ഞാൻ വിൽക്കുന്ന സമയത്ത് അത് ഞാൻ ഉഷാദിനെ 1.5 ലക്ഷത്തിന് വിറ്റാൽ എനിക്ക് സെന്റിന് 50,000 രൂപ വെച്ച് ലാഭം. അപ്പോ അതിന്റെ ഇസ്ലാമിക വശം എന്താ എന്ന് പറയും. ഏത് പണ്ഡിതനോട് നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഏതെല്ലാവരോട് ചോദിച്ചോളൂ. നിങ്ങൾ ഈ ഫാറൂഖ് ഇങ്ങനെ കുറച്ച് ആളുകളുടെ സമസ്ത ആളുകളോട് നിങ്ങൾ ചോദിക്കാൻ ഞങ്ങൾക്ക് ചിലപ്പോൾ പറ്റായി ഉണ്ടാവും. ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റുന്നവരോടൊന്ന് ചോദിക്കും, ഒന്ന് ചോദിക്കും. എന്നിട്ടെന്താ പറയാ? അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യമായി അങ്ങേപ്പുറമൊക്കെ ഞങ്ങൾ പറയും. അപ്പൊ അതൊന്നും ആരും പറയണ്ട. അപ്പൊ ആ രൂപത്തിലേക്കൊന്നും ഉള്ള പ്രശ്നങ്ങൾ വേണം. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുഹമ്മദ് മാഷയ്ക്ക് ഒരു ബിൽഡിംഗ് പെർമിറ്റിന്റെ പ്രശ്നം. അതെന്ന് വെച്ചാൽ അതിലൊരു വലിയ അജണ്ടയുണ്ട്. ഇവിടെ വേറെ 2 പെർമിറ്റിനുള്ള അപേക്ഷ ഇപ്പൊ പഞ്ചായത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്താന്ന് വെച്ചാൽ ഇതിന്റെ വളരെ മുന്നോട്ട് കണ്ടില്ല. അതായത് 2 കൊല്ലം കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ തന്നെ നേരിടാം. ആ ഇലക്ഷനിൽ അവർ ഉദ്ദേശിക്കുന്നത് ഈ 2 പെർമിറ്റുകൾക്ക് അപേക്ഷ കൊടുത്ത ആളുകളെ ഞങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു വഴിയാണ്. ഇത് മുഹമ്മദ് അലിയാസുള്ള ഉദ്ദേശം കൊണ്ടല്ല. മുഹമ്മദ് അലിവാസ് എങ്ങനെയാണ് അയാളെ പെർമിറ്റ് അതെങ്ങനെ പാസ്സായി നോക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം എന്ത് ചെയ്യാം, അത് കിട്ടുന്നതോടൊപ്പം ചിലപ്പോൾ എന്തോ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടോ വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടോ ഒക്കെ ഉണ്ടാവില്ല, മറ്റേ 2 പെർമിറ്റ് പാസ്സായിട്ടുണ്ടാവില്ല. ഇത് വരുന്ന വല്ലാതെ പ്രസംഗിച്ചു. നാളെ രാവിലെ ഞങ്ങൾ മഹാന്മാർ വണ്ടി എടുത്തിട്ട് ഓലെ പുറകെ കടു, ഓലെ പുറകെ പോയിട്ട് 2 ദിവസം ആൾ ക്യാമ്പ് ചെയ്യും. അല്ല പറഞ്ഞു ചോദിക്കുന്നു, നിങ്ങൾ ലീഗിനോടെന്തോ ചെയ്തു, പാത്രത്തിലായിട്ടോ കിട്ടില്ല, നദീജനോ കൊടുക്കുള്ളൂ, ഇങ്ങനെ തുടങ്ങി രാവിലെ സുബൈക്കിങ്ങോട്ട് ഇറങ്ങാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സമീപനത്തിലേക്ക് ഇവരെ അടുത്താൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. അപ്പൊ അതൊന്നും പറഞ്ഞ് പഞ്ചായത്തിന്റെ പറഞ്ഞിട്ട് മായമാലയത്ത് പറഞ്ഞ് നിങ്ങൾ അന്വേഷിച്ചത് നിങ്ങളിൽപ്പെട്ട ആളാണല്ലോ, നിങ്ങളിൽപ്പെട്ട മുന്നിൽ നിന്ന ആളാണല്ലോ ആ പ്ലാൻ വരച്ചത്, അന്വേഷിച്ച് നിങ്ങളെ എന്തോ ഒരു കൂട്ടായ്മല്ലേ ഇവിടെ അരി കൊടുക്കുന്നത്, ആ കൂട്ടായ്മന്റെ ഡയറക്ടറൊക്കെ ആയിട്ടുള്ള ആളാണ് അതിന്റെ പ്ലാൻ വരച്ചത്. ഓരോട് ചോദിച്ചു, അത് ഞങ്ങൾക്കറിയാം. അപ്പൊ അത് ഓരോട് ചോദിച്ചിട്ട് പ്ലാൻ എങ്ങനെയാണ് പാസ്സായത്, 990 മുതൽക്കോ 900 അതിന് ശേഷം പുതുക്കി വന്നതോ, 2004 പ്ലാന് അതിന്റെ കാലാവധി കഴിഞ്ഞതോ, അതിന് ശേഷം പുതുക്കിയതോ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അതിന് അനുമതി കൊടുത്തതോ, ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ചോളി. അങ്ങനെ ഒരുപാട് പെർമിറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ആ പെർമിറ്റുകൾ കിട്ടിയ കഥ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കറിയാം. നിങ്ങൾ പല ബിസിനസ്സുകളും ചെയ്ത മുതലുകൾ ഇപ്പം ലീഗിനെ അനുകൂലിക്കുന്നവരോ അല്ലെങ്കിൽ ലീഗിനോട് എതിർപ്പില്ലാത്ത ആളുകളുടെ ഒക്കെ പേരിലാണുള്ളത്. അതുകൊണ്ട് എന്താ റൌഫിനെ പറയാൻ കഴിയില്ലാമെന്നാരും വിചാരിക്കേണ്ട, അങ്ങനെയൊന്നാരും വിചാരിക്കേണ്ട. റൌഫിന് ചില കാര്യങ്ങൾ ചിലപ്പോൾ യൂത്ത് ലീഗിന് ചിലപ്പോൾ തുറന്നു പറയേണ്ടി വരും. ഞാൻ പറഞ്ഞുതരാം, ആളെ സ്ഥലം ഞാൻ പറയുന്നില്ല. ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് അതിലൊക്കെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വേണ്ടി വന്നാൽ കൂടുതൽ വിശദീകരിച്ച് പറയും. വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും കഴിഞ്ഞ അടുത്ത വർഷം ഭരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വഴിയിൽ ഒരു ദീന് പെർമിറ്റ് പാസ്സായിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ചെറിയൊരു വിവരാവകാശ പ്രകാരം ഞങ്ങൾ അപേക്ഷ കൊടുത്തപ്പോഴേക്ക് ഞങ്ങളെ ബേക്കറിന്റെ മുന്നിൽ ഫോട്ടോ എടുക്കൽ തുടങ്ങി. അതിനാ സെക്രട്ടറിക്ക് എത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ട് അത് പാസ്സാക്കിയത് ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഞങ്ങൾ വെറുതെ ഞാൻ പഞ്ചായത്തിൽ പോയി കണ്ട് ഞങ്ങൾക്ക് നട്ടലില്ലാത്തവരൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പോയി ചോദിച്ചു. അപ്പൊ സെക്രട്ടറിക്ക് കഴിഞ്ഞ ഏതൊരു അബ്ദുറഹ്മാൻ എന്ന സെക്രട്ടറിയാണ്, അത് വരുന്നതിന് എനിക്ക് ഓർമ്മയില്ല. അയാൾ എന്താ വെച്ചാൽ റിട്ടയർഡ് ആയതിനു ശേഷം ഈ വിജിലൻസ് കമ്മിറ്റികൾക്ക് മുന്നിൽ ഹാജരാകാനേ അയാൾക്ക് തമ്മിലുള്ള എന്താ കണ്ടീനൊക്കെ പൈസ വാങ്ങിച്ചതാണ്. ഇഞ്ചാതി മൂരാശികളോട് ഉള്ളതൊക്കെ വാങ്ങിച്ചാണ്. അങ്ങനെ പെർമിറ്റ് പാസ്സായി. ഞങ്ങൾ പോയി ഇതിനൊരു വിവരാവകാശം കൊടുത്തപ്പോഴേക്ക് പുകച്ചിലായി, പാച്ചിലായി, ജകളയായി. ഈ ബേക്കറിന്റെ മുന്നിൽ വെച്ച് ഇന്നേയും വേറൊരു സുഹൃത്തിനെയൊക്കെ ഫോട്ടോ എടുത്ത് എന്തിനാ ഫോട്ടോ വെച്ചിട്ട് ആടെ വന്നതാരാന്ന് കാണിച്ചു കൊടുക്കാൻ സെക്രട്ടറിക്ക്. ഞങ്ങൾക്കുണ്ടോ പഞ്ചായത്തിലൊക്കെ ആള് ഈ ഫോട്ടോ ആടെ വെളിയൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ അറിയുന്നില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. അപ്പോ അങ്ങനെ പാസ്സായിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാനിപ്പോ പരസ്യമായിട്ട് പറയില്ല, അത് പറയാതെ ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ഈ നിർമ്മാണം നടക്കുന്നു, അനധികൃതമായ നിർമ്മാണങ്ങൾ നടക്കുമ്പോ ഇവിടെ നടക്കുന്ന എന്താ, ആ വാങ്ങിയ വ്യക്തിന്റെ പേരിൽ നിന്ന് മാറ്റൂല. വാങ്ങിയ വ്യക്തി ലീഗോ അല്ലെങ്കിൽ ലീഗിനെ അനുകൂലിക്കുന്നതോ അല്ലെങ്കിൽ ലീഗിനെ എതിർക്കാത്ത ആളായിരിക്കും. ഓന്റെ പേരിൽ തന്നെ മുതൽ നിർത്തിയിട്ട് അവരുടെ അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയിട്ട് എന്ത് ചെയ്യാൻ നേരെ മറിച്ചങ്ങ് വിൽക്കുക. അപ്പൊ ഞങ്ങൾ തടിച്ചുകൊള്ളുന്നതിന് അന്നേരം ചെയ്യാം, ഈ മുതലുകാരനായ ലീഗാനോ ലീഗിനെ അനുകൂലിക്കുന്നവനോ ലീഗിനെ എതിർക്കാത്തവനോയ ആ കക്ഷിനോട് ഇന്നെപ്പോലുള്ള സാധുക്കളെ പറ്റി പോയി പറഞ്ഞു വെക്കുക. നിങ്ങളെ മുതലിനെ പറ്റി കൃഷി ഓഫീസർക്ക് KT റൌഫ് പരാതി കൊടുത്തിട്ടുണ്ട്. റൌഫ് പോയിട്ടുണ്ട്. ഞാൻ ആരോട് പറഞ്ഞു, വെല്ലുവിളിക്കുന്നു റൌഫിന്റെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ റൌഫ് നിങ്ങൾ പറയുമ്പോൾ കേൾക്കും. അങ്ങനെ അവനവന്റെ നേട്ടത്തിന് വേണ്ടി നെറുകേടിന്റെ നാറുന്ന കഥകൾ ഇവിടെ ഉണ്ട്. ഇല്ല നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ റോഡിലൊന്ന് നടന്നു നോക്ക്. ഞാൻ പറയട്ടെ, വൈകി തൂർക്കുന്ന കഥ. ഇവിടെ വോളിബോൾ ഗ്രൗണ്ടിന്റെ മറവിൽ ഇവിടെ ഒരു വൈകി തൂർത്തിട്ടുണ്ട്. ഞങ്ങളതിനെതിരല്ല. എത്ര കൊല്ലം, 4 കൊല്ലോ 5 കൊല്ലം വോളിബോൾ കളിച്ചോട്ടെ, 6ാമത്തെ കൊല്ലം അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ വരും, തൂർത്തോട്ടെ. അതിന് നമ്മൾ പ്രശ്നമില്ല, അതിന് ഞങ്ങൾ എതിരല്ല. അതിന് അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. KT റൌഫ് ഇങ്ങനെ പറഞ്ഞു കുത്തിരിക്കാരെല്ലാം കൂടി അതിന്റെ ഉടമീനെ നാളെ തന്നെ പോയി കണ്ടിട്ട് ഒന്ന് ശരിയാക്കണ്ട. ഞങ്ങൾ അതിനെതിരല്ല. പക്ഷെ അതുപോലെ തന്നെ ചെറഫിയന്റെ താഴത്ത് മന്നത്ത് കാവരാജിയുടെ സ്ഥലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ ചെറഫിയയുടെ താഴത്ത് ഒരേ ഒരു ലോഡ് മണ്ണ് ഏതാനും കാലങ്ങൾക്ക് മുമ്പ് ഒരൊറ്റ ലോഡ് മണ്ണ് തട്ടിയപ്പോ കൃഷി ഓഫീസറുടെ അടുത്ത് ഇവിടെ നിന്ന് പരാതി പോയിട്ടുണ്ട്. അതിന്റെ വികാരം എന്താ? ആ കോർട്ടിന്റെ അടുത്ത് നിന്ന് താഴെട്ടെത്തുമ്പോഴേക്ക് 200 മീറ്റർ വ്യത്യാസം മാത്രമേ കാണുള്ളൂ.
ആ 200 മീറ്റർ വ്യത്യാസത്തിൽ ഒരു വളവിൽ I3-13 അടുത്ത വളവിൽ I3-15 ആക്കുന്ന ഈ നാറിയ വേഷമുണ്ടല്ലോ, അത് ഞങ്ങൾ പൊളിച്ചെഴുതും. നിങ്ങൾ പഠിച്ചോ? അങ്ങനെ ഓരോ വിഷയങ്ങളിലും ഇത് കൃത്യമായി തുറന്നു പറയാൻ ചില പ്രയാസങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീഗിന്റെ കോട്ടകളിൽ വിള്ളലുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കണ്ടറിഞ്ഞ് അത് അടച്ചുപിടിച്ച് സുരക്ഷിതമാക്കി നിർത്തി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാർ. അതുപോലെ തന്നെ വലിയൊരു പ്രശ്നം 22 നിങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ടായി. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ 22 നിങ്ങൾ തലവേദന ഞങ്ങൾ നല്ലതാണ്. ഇവിടുത്തെ യൂത്ത് ലീഗ് വളരെ തെറ്റാണ്. അതിനൊന്നും ചേരുന്നില്ല. യൂത്ത് ലീഗ് ഒരാവശ്യം വന്നാൽ യൂത്ത് ലീഗ് തെറ്റാണ്. ആ യൂത്ത് ലീഗിന്റെ തെറ്റുകൾ കഴിഞ്ഞ സമയത്ത് മനസ്സിലായിരുന്നു. അപ്പൊ ആ 22 കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിക്കണ്ട. ഞങ്ങൾ ഇഞ്ചാരി നെറികേട് ചെയ്യുന്ന ഒരു 45 അല്ല 105 വയസ്സാണ് ചെയ്തി. ശരി, ഓരൊക്കെ ഞങ്ങൾ 22 ടീച്ചർ ഞങ്ങൾ ഇറങ്ങും. മനസ്സിലാക്കിയുള്ളൂ. പിന്നെ ഒരുപാട് കാര്യം ഈ റോഡ് ഇതിനെപ്പറ്റി 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ ഈ പന്നൂർ വയലക്കുന്ന് റോഡിലെ നിങ്ങൾ നിൽക്കുന്ന മഹത്തായ ഈ റോഡിന്റെ ചരിത്ര പാരമ്പര്യം ഒരുപാട് പറഞ്ഞു, പക്ഷെ പറയാൻ കഴിയില്ല. ഇത് കുറച്ചാളുകൾ ഇത് കേൾക്കാത്തവരുണ്ടാകും. അപ്പൊ ഈ കേസ് ഈ റോഡിന്റെ വിഷയത്തിൽ ഞാൻ കുറ്റി ഊരി എറിഞ്ഞു. വല്ലാഹി ഞാൻ കുറ്റി ഊരി എറിഞ്ഞിട്ടില്ല. പക്ഷെ വേറൊന്നും ഇവരിത് പറഞ്ഞാൽ കൂടി ഏറ്റെടുത്താൽ ഈ ഒരു രസമുണ്ട്. അതുകൊണ്ട് ഞാൻ എറിഞ്ഞ നിങ്ങൾ ബേജാറാണ്ട. നമ്മൾ തന്നെ അല്ല, നിങ്ങൾക്ക് പ്രതിയും കിട്ടണം. നിങ്ങളിപ്പോ പരിപാടി വെച്ചിരുന്നതിനാ പരിപാടി വെച്ച് അവരുടെ ഈ ചോറും പൈസയും മാത്രം കൊടുത്തുകൊണ്ട് ഒരു അണികളെ നിലനിർത്താൻ കഴിയില്ല. ചോറും പൈസയും കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, അണികളെ നിലനിർത്താൻ കഴിയില്ല. അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു വികാരം സൃഷ്ടിക്കാം. ആവശ്യമില്ലാതെ പുസ്തക വിതരണത്തിന്റെ പേരിൽ യോഗം വെച്ചിട്ട് തെറി പറയാം. അപ്പൊ ഒരു തെറി പറയാം വാപ്പൻ ടച്ച് വന്നാലും ഉണ്ടാവും 2 ഭാഗത്ത് വാഴ നിൽക്കാനേ. അതുപോലെ തെറി പറയുമ്പോ കുറച്ചാളുകളെ കുറിച്ച് ഓരോന്ന് തെറ്റാക്കും, ഒരു വികാരം വരും. ഞങ്ങൾ എന്തെങ്കിലും 4 പറയുമ്പോ പറയുന്നതിൽ ഏതെങ്കിലുമൊക്കെ ചില ആളുകൾക്കൊക്കെ കൊല്ലും, ഓരോട് ഒന്നുകൂടി എടുക്കും. അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാക്കുക. അപ്പൊ ഈ റോഡിന്റെ വിഷയത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഊച്ചാലികളെ PTA റഹീം 5 കൊല്ലം MLA 5 കൊല്ലം PTA റഹീം എത്ര രൂപ കൊടുത്തു? നിങ്ങളൊന്നും പറയും. നിങ്ങൾ പറഞ്ഞാൽ ഈ വികസനം നന്നായിട്ട് ഇങ്ങോട്ട് വരിക, ഞങ്ങൾ ഇങ്ങോട്ട് പോയപ്പോൾ എങ്കാങ്ങോട്ട് വരിക, ഇതുവരെ ഇങ്ങോട്ട് വരിക. ഏടാ വന്നത്? നമ്മളെ KK അബുക്കായിന്റെ പറഞ്ഞ അവിടെ ഒരു കല്ലുണ്ട്. നിങ്ങൾ കണ്ടിരുന്നോ? ആ കല്ലുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് മമ്മൂട്ടി സാഹിബിന്റെ ഫണ്ട് കൊണ്ട് സോളിംഗ് ചെയ്തതിന്റെ മുകളിൽ ഒരു 100 150 200 മീറ്റർ ടാർ ചെയ്തു എന്നല്ലാതെ ഈ റോഡുമ്പലി ഊച്ചാലികളെ പറയും എന്റെ നയാ പൈസ കണ്ടില്ലേ? 5 കൊല്ലം കിട്ടിയില്ലേ? 5 കൊല്ലം ഞങ്ങൾക്ക് MLA കിട്ടിയിട്ടില്ലേ? 5 കൊല്ലം ബ്ലോക്ക് കിട്ടിയിട്ടില്ലേ? 5 കൊല്ലം പഞ്ചായത്ത് കിട്ടിയിട്ടില്ലേ? 5 കൊല്ലം ജില്ലാ പഞ്ചായത്ത് കിട്ടിയിട്ടില്ലേ? ഒട്ടാകെ 2 ലക്ഷം വന്ന് ഞങ്ങൾ ഇത്തവണ അധികാരത്തിൽ വന്നിട്ട് എത്ര ആയിരുന്നല്ലോ? 2 കൊല്ലമായിട്ടുള്ളൂ. അവിടെ അങ്ങോട്ട് MLA ഫ്ലഡ് 2 ലക്ഷം വന്നു. നിങ്ങൾ ചോദിച്ചാൽ MLA ഫണ്ടിന്റെ വരാത്തത് കണ്ണ് കാണണം, കണ്ണ് തുറന്ന് നോക്കണം. ആദ്യം കൊടുത്ത ഫണ്ട് ഈ നാട്ടിന് ഏറ്റവും കൂടുതൽ വോട്ട് കൊടുത്തതിന് MLA ആദ്യം പ്രഖ്യാപിച്ച 5 റോഡുകളുടെ ഫണ്ടിൽ 100 വയലക്കുന്ന റോഡുണ്ടായിരുന്നു. ഇനി മാറ്റി ഞങ്ങൾ കൊടുക്കും. അത് കൊടുക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ 2 ലക്ഷം കൊടുത്തിട്ടാണ് കയറ്റം കൊണ്ട് ഇറങ്ങിയത്. ഇപ്പൊ പഞ്ചായത്ത് ഭരണസമിതി 1.38 1.40 ലക്ഷം വെച്ചിട്ടാണ് ഇപ്പൊ അങ്ങോട്ട് സോളിംഗ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത തന്നെ വെക്കും. ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ഓൾ ഇപ്പൊ പ്രസവിക്കാന്ന് പറഞ്ഞാൽ സംഗതി എടുക്കില്ല. പഞ്ചായത്തിനും സർക്കാരിനൊക്കെ ചില സമയവും കാലമൊക്കെ ഉണ്ട്. അതെടുത്തോ, ഇതിന്റെ ഓൾ ഇപ്പൊ പ്രസവിക്കുന്ന സംഗതി എടുക്കില്ല. അത് നിങ്ങൾ അങ്ങ് നോക്കാം. അപ്പോ അങ്ങനെയൊക്കെ ഇതിന്റെ സമയവും കാലമൊക്കെ എടുക്കും. അത്രയും നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഒരുപാട് വിഷയം സാംസ്കാരിക നിലയത്തിന്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞു. വലിയൊരു